ഗായ്സ് ഞാൻ ചോറിനാൻ പോട്ടാ. അപ്പൊ കുറച്ച് ചോറ് എടുക്കട്ടെ. മുൻപൊക്കെ കല്യാണത്തിന് മുൻപ് എൻ്റെ അടുത്ത് ആരെങ്കിലും മോള് കുറച്ച് വണ്ണം വെച്ചു ഞാൻ കാണുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന്റെ ഉള്ളിലൊരു ടെൻഷനാട്ടോ. അതേം ഈ വണ്ണം എങ്ങനെയെങ്കിലും കുറയ്ക്കണം. ചിലപ്പോൾ ഇത്തിരി എങ്ങനെ കൂടിയിട്ടുണ്ടാവുള്ളൂ, എന്നാലും ഉള്ളിലൊരു ടെൻഷനില്ലേ. പിന്നെ അപ്പച്ചനോട് പറഞ്ഞ് സാലഡ് കൊണ്ടിട്ടില്ലേ, കുക്കുംബർ, മറ്റേ ക്യാരറ്റ്, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കല്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടാ. എന്നെ പോലെ ചെയ്യാറുള്ളവരും എന്നെ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ടെൻഷൻ അടിക്കാറുള്ളവരും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ സ്പെഷ്യലുകൾ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടാ. ഇതെന്താണെന്നറിയോ, ഇത് വെണ്ടയ്ക്കും ഉരുളൻകിഴങ്ങും കൂടി. ഇങ്ങനത്തെ ഒരു കോംബോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വെണ്ടയ്ക്ക കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഉരുളൻകിഴങ്ങും കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി കഴിയാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് കറി, വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും ഉപ്പേരി. പിന്നെ ഉള്ളത് ഇത് ഉണക്കമീൻ വറുത്തത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വറവ് ഉണ്ടാവും, ഒന്നെങ്കിൽ മീൻ വറുത്തതുണ്ടാവും, അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതുണ്ടാവും. അപ്പം അത് ഇത്തിരി പാത്രത്തിൽ ഒരെണ്ണം വെക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാങ്ങച്ചാറ്. അച്ചാറില്ലാത്തൊരു കളിയില്ലാട്ടോ ഇപ്പൊ. അച്ചാറ് വിട്ട ഒരു പിടുത്തില്ല. മുൻപ് അച്ചാറ് തൊടാണ്ടിരുന്ന ഞാനാ. ഇവിടെ വന്നേ പിന്നെ ഞാൻ അച്ചാറ് ഭ്രാന്തത്തി ആയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പൊ കുറച്ച് അച്ചാറിടാം. അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ.